പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിത്തുന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസിലുള്ള ദൈവസഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞ്, മക്കൾക്ക് മാതാപിതാക്കളുടെ കടപ്പാടുകളെ കുറിച്ച് പറഞ്ഞ്, യജമാനനും ദാസന്മാരും തമ്മിലുള്ള ബന്ധത്തെ പരസ്പരം പറഞ്ഞ്, ഒടുവിലായി പൗലോസ് പറയുകയാണ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എഫെസോസിലെ സഭയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു ദൂതാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് ഇന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് പൗലോസ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ ഒരാത്മീക പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് ഞാൻ 10-ാം വാക്യത്തിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന കാര്യം പറയും. തുടർന്നുള്ള ദിവസങ്ങളിൽ ആത്മീക പോരാട്ടത്തെക്കുറിച്ചും എങ്ങനെയാണ് ആത്മീക പോരാട്ടത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതെന്നും ആത്മീക പോരാട്ടം എങ്ങനെയാണ് നാം ചെയ്യേണ്ടതെന്നും നമ്മുടെ എതിരാളി ആരാണെന്നും എങ്ങനെ നമുക്ക് അന്തിമമായി ജയം പ്രാപിക്കാമെന്നും ഉള്ള കാര്യങ്ങൾ തുടർച്ചയായി സംസാരിക്കും. ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന് പൗലോസ് പറഞ്ഞത്? അതിന്റെ ഉത്തരം, നാം ഒരു വലിയ ആത്മീക പോരാട്ടത്തിലാണ്, നാം യുദ്ധക്കളത്തിലാണ്. നമുക്ക് വിരോധമായി നിൽക്കുന്ന വലിയ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഈ മണ്ഡലത്തെക്കുറിച്ച് എഫെസോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഈ ഒരു ദൂത് എല്ലാവർക്കും മനസ്സിലാകില്ല. പൈശാചിക പോരാട്ടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, സാത്വാന്യമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, അവന്റെ വലിയ പ്രതിരോധങ്ങളുണ്ട്. അതുകൊണ്ട് നാം അവനോട് എതിർത്തു നിൽക്കേണ്ടതിന് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന ദൂത് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകില്ല. 2 കാരണങ്ങളാണ് അതിന്. പല ആളുകളും ഈ ദൂത് അവഗണിക്കുന്നതിന്റെ കാരണം, ഒന്നാമത്തെ കാര്യം, നാളുകളായിട്ട് അനേക ആളുകൾ ഈ പൈശാചികമായ പോരാട്ടത്തിന്റെ പേര് പറഞ്ഞ് എപ്പോഴും അമിതമായി അത് ഉപയോഗിച്ച് ജനത്തെ ഭയപ്പെടുത്തി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വളരെ വിമർശനപരമായിട്ടുള്ള നിലപാടുകൾ വന്നതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നില്ല എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടായി. അങ്ങനെ ഒരു പോരാട്ടമൊന്നുമില്ല. ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വശത്ത് ആളുകൾ ഇതിനെ വല്ലാതെ വലുതാക്കി പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുന്നു. അവിടെ പോരാട്ടമുണ്ട്, ഇവിടെ പോരാട്ടമുണ്ട്, ആ കെട്ടുണ്ട്, ഈ കെട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ ജനത്തെ ഭയപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടി അത് വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, അങ്ങനെ പിശാചിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, പിശാചില്ല എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടർ.
എന്നാൽ ഇത് രണ്ടും അപകടകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പൈശാചിക പ്രവർത്തനങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നെ അതിനുമേൽ ജയമെടുക്കുവാൻ കഴിവുള്ള ദൈവിക ബലത്തെക്കുറിച്ചും ദൈവിക ശക്തിയെക്കുറിച്ചും ജനത്തെ നിശ്ചയമായും പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദൂത് എല്ലാവർക്കും മനസ്സിലാകില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക്, എഫേസ്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണമെന്ന ദൂത് ആർക്കും മനസ്സിലായില്ലെങ്കിലും എഫെസോസിലെ സഭയ്ക്ക് മനസ്സിലാകും. അതിന്റെ കാരണം അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഈ പ്രസംഗത്തിന് ശേഷം ഈ വേദഭാഗം എടുത്തൊന്ന് വായിക്കണം. ഞാനതുകൊണ്ട് അതെല്ലാം വിശദമായി പറയുന്നില്ല. അവിടെ വലിയ പോരാട്ടങ്ങൾ നടക്കാനിടയായി. പൗലോസ് അവിടെ ചെന്നു, 3 മാസം അവിടുത്തെ പള്ളിയിൽ പ്രസംഗിച്ചു. പക്ഷേ വചനമനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. തീർന്നില്ല. അവിടുന്ന് തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് പോകുന്നു. 2 വർഷം ദൈവവചനം പഠിപ്പിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. അതേ തുടർന്ന് ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തീർന്നില്ല. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. മറ്റൊന്നുമല്ല, പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, പൈശാചിക ബാധയാൽ നിറയപ്പെട്ടവർ അലറി വിളിച്ചുകൊണ്ട് പൈശാചിക ബാധകൾ പുറത്തു പോകുന്ന നിലയിൽ വലിയ അത്ഭുതകരമായ ദൈവപ്രവർത്തിക്ക് എഫെസോസിലെ സഭ സാക്ഷ്യം വഹിക്കുകയാണ്. തീർന്നില്ല. അവർ സാക്ഷ്യം വഹിച്ചത് വലിയ വലിയ ദൈവപ്രവൃത്തിയാണ്. ദൈവത്തിന്റെ രാജ്യവും ഇരുളിന്റെ രാജ്യവും തമ്മിലുള്ള സംഘട്ടനം. ആ സംഘട്ടനത്തിൽ, പോരാട്ടത്തിൽ ദൈവശക്തിയുടെ ജയത്തെക്കുറിച്ച് അവർ കാണുകയാണ്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവിടെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്നവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു വന്ന് മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരുന്നതും, അവർ മന്ത്രവാദത്തിന് ഉപയോഗിച്ചിരുന്ന മന്ത്രവാദ ഗ്രന്ഥങ്ങൾ അത് കൊണ്ടുവന്ന് തീയിലിട്ട് ചുട്ടുകളയുന്നതും, ഒരു വലിയ തുക 50,000 വെള്ളിക്കാശ് അന്നത്തെ നിലയിൽ വിലയുണ്ടായിരുന്ന വലിയ തുകയ്ക്കുള്ള ആ പുസ്തകങ്ങൾ, ആഭിചാരക്രിയയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്ന, മന്ത്രവാദത്തിന് ഉപയോഗിച്ചിരുന്ന ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കത്തിച്ചു കളയുകയും സത്യദൈവമായ ക്രിസ്തുവിലേക്ക് ആളുകൾ തിരികെയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ച എഫെസോസിലെ ദൈവമക്കൾ സാക്ഷ്യം വഹിക്കുകയാണ്. സ്തോത്രം. പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തി നടക്കുകയാണ്. ഇരുളിന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും തമ്മിലുള്ള സംഘട്ടനം, അതിനകത്ത് ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ടാകുന്നതും ദൈവ സാന്നിധ്യം ദൈവശക്തിയും ജയിക്കുന്നതും, യേശുവിന്റെ സുവിശേഷം എഫെസോസിൽ വെന്നിക്കൊടി നാട്ടുന്നത് എഫെസോസിലെ വിശ്വാസികൾ കാണുകയാണ്. മറ്റൊരു വളരെ രസകരമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതും. സ്കേവ എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതന്റെ 7 മക്കൾ, സ്തോത്രം, പൗലോസിലൂടെ വരുന്ന വലിയ ദൈവപ്രവൃത്തിയും ദൈവമഹത്വവും കണ്ടിട്ട് അവർക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഭൂതബാധിതനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് ഭൂതം പുറത്തായില്ല എന്ന് മാത്രമല്ല, ആ ഭൂതം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സ്തോത്രം. പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ പരിചയമുണ്ട്, പക്ഷെ നിങ്ങളാരാണ്? തുടർന്ന് ആ ഭൂതം ബാധിച്ച മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ഉപദ്രവിച്ചു. അവർ ഭയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുവാനിടയായി. കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാതെ, ദൈവശക്തി ഇല്ലാതെ, ദൈവകൃപയില്ലാതെ യേശുവിന്റെ നാമത്തെ വെറുതെ ഉപയോഗിച്ചവർ സാത്താനാൽ, പിശാച് ബാധിച്ചതിനാൽ മുറിവേൽക്കപ്പെടുകയാണ്, ലജ്ജിതനായി തീരുകയാണ്. എഫെസോസിലെ സഭ ഈ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക. തുടർന്ന് അങ്ങോട്ട് അവിടെ ഒരു വലിയ കലഹമുണ്ടാകുന്നു. അവിടെ നിലനിന്നിരുന്ന ഒരു പ്രസിദ്ധമായ ആരാധന, അവിടെ ഉണ്ടായിരുന്ന ആ ആരാധനയ്ക്ക് ഇടിവ് തട്ടുകയാണ്.
അവിടെയുള്ള അവരുടെ ലാഭം നഷ്ടമാകിയ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ദൈവമക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താ സംഭവിച്ചത്? ഇരുളിന്റെ രാജ്യവും ദൈവശക്തിയും ദൈവരാജ്യവും തമ്മിലുള്ള സംഘട്ടനം. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി എത്ര മഹത്താണെന്നും ദൈവശക്തിയുടെ മുമ്പിൽ ഒരു ഇരുളിന്റെ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ലെന്നും എഫേസ്യ സഭ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ദൈവശക്തി ആവശ്യമായിരിക്കുന്നത്? ആരാണ് ദൈവശക്തിയെ കുറിച്ച് ബോധമാകുന്നത്? ആർക്കാണ് ദൈവശക്തി ആവശ്യമായിരിക്കുന്നത്? അവർ ഈ ഇരുളിന്റെ മണ്ഡലങ്ങളുമായി ഏറ്റുമുട്ടുന്നവർ മാത്രമാണ്. അല്ലെങ്കിൽ പൈശാചിക മേഖലകൾക്കെതിരെ പോരാടുവാൻ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് കഴിയില്ലെന്നും അവയെ നേരിടുവാൻ, അവയുടെ മേൽ ജയം നേടുവാൻ അസാധാരണമായ ദൈവശക്തിയും ദൈവസാന്നിധ്യവും എനിക്കുണ്ടായേ തീരുവെന്ന തിരിച്ചറിവുള്ള, ബോധ്യമുള്ള ദൈവമക്കൾക്ക് മാത്രമേ ദൈവശക്തിയെ ആഗ്രഹിക്കുകയുള്ളൂ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയുള്ളൂ. ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന അനേകം ആളുകൾ ഇന്ന് നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ശരിയാണ്, ഞങ്ങൾക്ക് ഈ ദൈവശക്തി ആവശ്യമായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിനെതിരെ പോരാടുന്ന പൈശാചിക കോട്ടകൾ, വെല്ലുവിളികൾ, ഇരുളിന്റെ മണ്ഡലങ്ങൾ, അത് ഞങ്ങളോട് എത്രയധികം പോരാടുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. നാളുകളായിട്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ, അല്ലെ, പിശാച് അടിമപ്പെടുത്തി ദുഷ്ടനായിരിക്കുന്നവൻ, അല്ലെ, ബന്ധിച്ചു വച്ചിരിക്കുന്നവര് അവരെ വിളിച്ചു പറയും, ഒരു ദൈവശക്തി ഞങ്ങൾക്ക് കൂടിയേ തീരുകയുള്ളൂ, ഒരു ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെട്ടേ പറ്റുകയുള്ളൂ. കർത്താവിന്റെ നാമത്തിനല്ലാതെ, ഈ ദൈവശക്തിക്കല്ലാതെ, ദൈവകൃപയ്ക്കല്ലാതെ ഇതിനെ മേൽ ജയം തരുവാൻ അവൻ കഴിയില്ല എന്ന ബോധ്യമുള്ള അനേകരും ഈ വചനം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം. കാരണം നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് വെല്ലുവിളികളുണ്ട്. നാം വെല്ലുവിളിക്കുന്നത്, അല്ലെ, അവിടെ തന്നെ പറയുന്നുണ്ട്, മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, അല്ലെ, അന്ധകാരത്തോടാണ്, ആധിപത്യങ്ങളോടാണ്, ലോകത്തിലെ ദുഷ്ടാത്മ ശക്തികളോടാണ്, പൈശാചിക വ്യാപാരത്തോടാണ്, ഇരുളിന്റെ മണ്ഡലങ്ങളോടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കരുത്തുകൊണ്ട്, നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ ആൾബലം കൊണ്ട് അതിനോട് പോരാടുവാൻ നമുക്ക് കഴിയില്ല. അതിന് ദൈവശക്തി നമുക്ക് കൂടിയേ തീരൂ. ഇന്ന് തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടണം, കർത്താവിലും അവന്റെ ആമിത ബലത്തിലും ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തിക്ക് പകരമായി മറ്റൊന്നും നമുക്കില്ല, മറ്റൊന്നും അതിന് മതിയാകില്ല. ദൈവശക്തി പ്രാപിച്ചേ മതിയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി, ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവശക്തി, കർത്താവിന്റെ ഈ അതിമഹത്വമായ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിക്കാൻ തുടങ്ങും. ഈ അതിമഹത്തായ ശക്തി നിങ്ങൾക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടാൻ തുടങ്ങും. പൈശാചിക മേഖലകൾ ഉടഞ്ഞു മാറുവാനിടയായി തീരും. ഒടുവിൽ കർത്താവിലും അവന്റെ ആമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ ആമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നമുക്ക് ദൈവശക്തി ആവശ്യമായിരിക്കുന്നു എന്ന കാര്യം. രണ്ടാമത്തെ വിഷയം, എങ്ങനെ നമുക്ക് ഈ ദൈവശക്തി പ്രാപിക്കാൻ പറ്റും. ഈ രണ്ട് വിഷയങ്ങളാണ് നാം തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. ആദ്യത്തെ വിഷയം, എന്തുകൊണ്ട് നമുക്ക് ദൈവശക്തി ആവശ്യമായിരിക്കുന്നു, എന്തുകൊണ്ടാണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നാം കേവലം മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നാം ബലഹീനരാണ്. എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും, എത്ര കരുത്തുണ്ടെന്ന് തോന്നിയാലും നമ്മൾ ബലഹീനരാണ്. കാരണം നാം പോരാടാൻ നിൽക്കുന്ന, നാം എതിർക്കാൻ നിൽക്കുന്ന മണ്ഡലം ആത്മശക്തിയാണ്, ഇരുട്ടിന്റെ ആത്മവ്യാപാരമാണ്. ഈ ആത്മവ്യാപാരത്തോട് കേവലം മനുഷ്യരായ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തിയാൽ, സ്വന്തം ബലത്താൽ നേരിടുവാൻ കഴിയില്ല, ജയിക്കുവാൻ കഴിയില്ല. അതിന് നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ ഭൂമിയിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന്, ശത്രുവിനോട് പോരാടി ജയമെടുക്കേണ്ടതിന്, ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണമെങ്കിൽ, എന്തു ചെയ്യണമെങ്കിലും
കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നാം കർത്താവിൽ വസിക്കണം. അവിടുത്തെ പരിശുദ്ധ കൃപ പ്രാപിക്കണം. അവിടുത്തെ ശക്തി നമ്മിലേക്ക് ഒഴുകിയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസാണല്ലോ ഇത് എഴുതിയത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീരെന്ന്. പൗലോസിനോട് നമുക്ക് ചോദിക്കാം, പൗലോസ് നീ ഇത് പറയാൻ, അങ്ങിത് പറയാനുള്ള കാരണം എന്താണ്? ദൈവശക്തിയിൽ നാം നിറയപ്പെടണമെന്ന് നിർബന്ധം പിടിക്കുവാൻ കാരണം എന്താണ്? പൗലോസ് നമ്മോട് ഇങ്ങനെ പറയും, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. എൻ്റെ ശുശ്രൂഷ, ഞാൻ അനേക സഭകൾ സ്ഥാപിച്ചു, കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു. പക്ഷേ ഞാൻ ഈ അധ്വാനിക്കുകയും ഈ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവശക്തിയാൽ മാത്രമേ നമുക്ക് കർത്താവിന് വേല ചെയ്യാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ കരുത്തിനാൽ മാത്രമേ നമുക്ക് ശത്രുവിനോട് പോരാടാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് വിജയകരമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. പൗലോസിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ നാൾ മുതൽ പൗലോസ് ഈ രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ട് ദൈവശക്തിയാൽ താൻ നിറയപ്പെടാൻ എപ്പോഴും ആഗ്രഹിച്ചു. പൗലോസിന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, വളരെ പണ്ഡിതനായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. എന്നാൽ അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു കളയാമെന്ന് പൗലോസ് ചിന്തിച്ചില്ല. ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത് പോലെ സ്വന്തം കഴിവുകൊണ്ട്, മിടുക്കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, പിടിപാട് കൊണ്ടൊക്കെ വേല ചെയ്യുന്നവരും നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു പോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ പൗലോസിന് മനസ്സിലായി, ഇതൊന്നും ദൈവ ശുശ്രൂഷയുടെ അടിസ്ഥാനമല്ല. കർത്താവിന്റെ വേലയിൽ ഞാൻ നിലനിൽക്കണമെങ്കിൽ, കാരണം ഈ അന്ധകാര മണ്ഡലങ്ങളോട് ഞാൻ പോരാടണമെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ കരുത്ത് ആവശ്യമാണ്, ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. പൗലോസ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവശക്തിക്ക് വേണ്ടി ദാഹിക്കുവാനിടയായി. തന്റെ മിനിസ്ട്രിയുടെ ആരംഭം മുതൽ നാം വായിക്കുന്നത് പൗലോസ് ഈ ദൈവശക്തിയാൽ നിറയപ്പെടുവാനിടയായി എന്നാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണല്ലോ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദമസ്കോസിൽ വെച്ച് ദൈവത്തിന്റെ കർത്താവിന്റെ ദർശനം പ്രാപിച്ച പൗലോസ്, തുടർന്ന് അങ്ങോട്ട് നാം വായിക്കുന്നത് പൗലോസ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി, കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, സംസാരിക്കാൻ തുടങ്ങി. ഇതൊന്നും താൻ പഠിച്ച അറിവിന്റെ ബലത്തിലോ തനിക്കുള്ള കരുത്തിന്റെ ബലത്തിലോ ഒന്നുമല്ല. നാം വായിക്കുന്നു അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിച്ചോ, ശൗൽ അതായത് പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയം വിളിച്ചു പറയുക, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദിനം തോറും പൗലോസിന് മേൽ ശക്തി കൂടിക്കൂടി വരികയാണ്. ഇന്നലത്തെ ശക്തി കൊണ്ട് ഇന്ന് പോരാ, പൗലോസിന് അറിയാം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ശക്തി പോരാ, മേൽക്കുമേൽ നിരന്തരം ദൈവശക്തിയാൽ നാം നിറയപ്പെടണം, ദൈവകൃപയിൽ നാം നിറയപ്പെടണം. അതുകൊണ്ടായ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? തൻ വചനം പറഞ്ഞപ്പോ അതിനെതിരെ സംസാരിക്കാൻ ആളില്ലാതായി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരെയും അവിടെ പാർത്തിരുന്ന യഹൂദന്മാരെ പൗലോസ് സ്തോത്രം തന്റെ വാക്കിൽ, തന്റെ ശുശ്രൂഷയിൽ അവരെ മിണ്ടാതാക്കി. അവർക്ക് മിണ്ടാൻ കഴിയാത്ത നിലയില് വലിയ ആത്മശക്തി പൗലോസിലൂടെ വ്യാപരിക്കാനിടയായി. ഇന്ന് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്നവരെ, നിന്റെ ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്നവരെ, നിന്റെ അനുഭവങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നവരെ വായടപ്പിക്കാൻ നിന്റെ കരുത്ത് കൊണ്ട് ശ്രമിച്ചാൽ പറ്റുകയില്ല. നിന്റെ ബലം കൊണ്ട് ശ്രമിച്ചാൽ, നിന്റെ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട്, കഴിവ് കൊണ്ടോ കരുത്ത് കൊണ്ടോ പണം കൊണ്ടോ ശ്രമിച്ചാൽ പറ്റുകയില്ല. അതിന് ദൈവശക്തി വെളിപ്പെടണം, ദൈവകൃപ വെളിപ്പെടണം, ദൈവത്തിന്റെ കരുത്ത് നിന്നിലൂടെ വെളിപ്പെടണം. ഇതാ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ആ ദൈവിക കരുത്തേറ്റെടുക്കുകയാണ്. ദിനംതോറും താൻ ദൈവകൃപയിൽ ശക്തിപ്പെടുകയാണ്, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച ശൗൽ പറയുക, ഞാൻ അങ്ങനെയാണ് ഈ കർത്താവിന്റെ വേലയിൽ നിന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങളും ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ എഴുതി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏത് കാര്യത്തിനും ഞാൻ മതിയാകുന്നു. എന്താ അതിന്റെ കാരണം? എന്റെ കഴിവ് കൊണ്ടല്ല,
എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അവിടുത്തെ ശക്തി എന്റെ മേൽ ആവശ്യിക്കുന്നത് കൊണ്ട്, അവിടുന്ന് എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലും ശുശ്രൂഷയിലും ഏതെങ്കിലും മേഖലയിൽ നിന്ന് ലജ്ജിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ അയ്യോ എന്നെ കൂടുതൽ കഴിവില്ലെന്ന് പറഞ്ഞ് തല കുലിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന്റെ രഹസ്യം, അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തി താങ്കളിൽ വ്യാപരിക്കുന്നില്ല. അതിന് താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചു തുടങ്ങിയാൽ, ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് തുടങ്ങിയാൽ, നിങ്ങൾ ഇന്ന് ലജ്ജിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ, ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾ ജയിക്കാൻ തുടങ്ങും. കാരണം നിങ്ങളെ ജയിപ്പിക്കുന്നത് ദൈവമാണ്, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ മിടുക്കല്ല. ശുശ്രൂഷയിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, ഏത് മേഖലയിലും നിങ്ങൾക്ക് കരുത്തു പകരുവാൻ, നിങ്ങളെ ജയിപ്പിക്കുവാൻ, നിങ്ങളെ മതിയായവനാക്കുവാൻ ഈ ദൈവശക്തിക്ക് കഴിയും. അതുകൊണ്ട് പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിനോട് പറയാം, അങ്ങനെ തിമോഥെയോസേ, കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. സകല ജാതികളും പൗലോസിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കുവാൻ പൗലോസിനെ ദൈവം ശക്തീകരിച്ച കാര്യമാണ്. ശുശ്രൂഷയ്ക്ക് ദൈവം നൽകിയ ബലത്തിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി വെളിപ്പെട്ടതോടുകൂടി സകല ജാതികളും അത് കേൾക്കാനിടയായി. പറയുക, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല കേട്ടോ, കർത്താവിന്റെ ശക്തിയാലാണ്. ജീവിതത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ ദൂത് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു നിങ്ങളെ തൊടാതിരിക്കണമെങ്കിൽ, ദുഷ്ടൻ നിങ്ങളുടെ അടുത്ത് വരാതിരിക്കണമെങ്കിൽ, അവന്റെ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കണമെങ്കിൽ കർത്താവ് നിന്നെ ശക്തീകരിച്ചേ പറ്റുകയുള്ളൂ, കർത്താവ് നിന്നെ ബലപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുക, എന്റെ ജീവിതത്തിൽ ഞാൻ നിലനിൽക്കുന്നത് കർത്താവിന്റെ ശക്തിയാലാണ്, കർത്താവിന്റെ ബലത്താലാണ്. അതുകൊണ്ട് പൗലോസിനെ നമ്മളോട് വിളിച്ചു പറയുവാൻ ഒറ്റ ദൂതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളും അവൻ ഈ കർത്താവിന്റെ ശക്തിയിൽ അവൻ നിറയപ്പെട്ടവരായി മാറണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പൗലോസ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ് നാം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അല്ലെ, വചനം പറയുന്നു, പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. വല്ലാത്ത കാലഘട്ടമാണ്. ആരെ വീഴ്ത്തണം, ആരെ വിഴുങ്ങണം, ആരെ തകർക്കണം, ശത്രു നോക്കി നടക്കുക. എന്നാൽ അതിന് നടുവിൽ നാം അകപ്പെട്ടു പോകാതെ രക്ഷപ്പെടുന്നത് ദൈവശക്തിയാൽ നാം നയിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇന്ന് ദൈവശക്തി എത്ര അനിവാര്യമാണെന്നും ദൈവശക്തി നമുക്ക് എത്ര അത്യാവശ്യമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവശക്തിയാൽ നാം നിറയപ്പെടുന്നില്ലെങ്കിൽ നാം എന്നേ തകർന്നു പോകുവാനിടയായിത്തീരും, ശത്രു നമ്മുടെ മേൽ ജയിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പിശാചിന്റെ കോട്ടകളെ ഇടിപ്പാൻ, ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടതിന്, സിംഹത്തിന്റെ വായിൽ രക്ഷപ്പെടുവാൻ ദൈവശക്തി നമുക്ക് എത്ര ആവശ്യമാണ്. സ്തോത്രം. അപ്പൊ പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്നാണ് ഇതെഴുതുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, എന്നെ നയിച്ചത്, എന്നെ രക്ഷപ്പെടുത്തിയത്, എനിക്ക് ശുശ്രൂഷയിൽ ജയം നൽകിയത് ഈ ദൈവത്തിന്റെ ശക്തിയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്കുണ്ടായ ശാരീരിക ബലഹീനതയോടുള്ള ബന്ധത്തിൽ, ആ ശൂലത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തമ്പുരാൻ പൗലോസിനോട് പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവശക്തി എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഇന്ന് പകൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ബലഹീനതയെ മറയ്ക്കുന്നതാണ്. നിന്റെ ബലഹീനതയെ, അല്ലേ, തൊട്ടു താഴെ പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ശരിയായ അർത്ഥം ആവസിക്കുന്നതിന്റെ അർത്ഥം ഒരു പ്ലാസ്റ്റർ ഇട്ട് ചുറ്റി വരിയുന്നത് പോലെ അവൻ സ്വത്ര ദൈവശക്തി ആവശിക്കുക. ഈ ദൈവശക്തിയുടെ പ്രത്യേകത അറിയാമോ? ഇത് നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നിന്റെ കഴിവുകേടുകൾ മറയപ്പെടുകയാണ്. നിന്റെ കഴിവുകേടുകളെ മറയ്ക്കുവാൻ, നിന്റെ ബലഹീനതകളെ, നിന്റെ അറിവിൽ നിന്റെ കഴിവില്ലായ്മയെ, അല്ലെ നിന്റെ ബലഹീനതകളെ ഇത് മറയ്ക്കുകയാ. തെറ്റിദ്ധരിക്കരുത്, പാപം മറയ്ക്കുക എന്ന അർത്ഥത്തിലല്ല. സ്തോത്രം. നമ്മളൊക്കെ ബലഹീനരാണ്. സ്തോത്രം. ശുശ്രൂഷയ്ക്കുള്ള ബലഹീനത, ശാരീരിക ബലഹീനതകള്, അല്ലെ, സംസാരിക്കാൻ വേണ്ടും പോലെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥകള്,
പറയേണ്ടതുപോലെ പറയാൻ പറ്റാത്ത അവസ്ഥകള്. നമ്മൾ ഒത്തിരി ബലഹീനരാ. പക്ഷേ ഈ ദൈവശക്തി നമ്മിൽ വരുമ്പോൾ നമ്മൾ അസാധാരണ മനുഷ്യരായി മാറുകയാണ്. ഈ ശക്തി വരുമ്പോൾ നമ്മുടെ ബലഹീനത മറയുകയാണ്. അല്ലേ? ആമേൻ സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ തേജസ്സോടെ നിർത്തത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുകയാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മണ്ഡലത്തില് എന്നെ കൊണ്ട് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ദൈവശക്തി ആവസിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ദൈവശക്തി ആവസിക്കുവാൻ, ദൈവശക്തിക്ക് വേണ്ടി ദാഹിച്ച്, അവന്റെ ബലത്തിനു വേണ്ടി ദാഹിച്ച് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ ബലഹീനതകളുടെ മേൽ അവൻ അവിടുത്തെ ശക്തി ആവസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബലഹീനതകളെ കവർ ചെയ്യും അവൻ ദൈവശക്തി. നിങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തിക്ക് പ്രാപ്തിയുണ്ട്. ആ ദൈവശക്തി നിങ്ങളെ ശക്തിയോടെ തേജസ്സോടെ നിർത്തുവാനിടയായി തീരും. അതുകൊണ്ട് അവിടുത്തെ ശക്തി നമുക്ക് എത്രയോ ആവശ്യമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഞാൻ എൻ്റെ അനുഭവത്തിൽ അവിടുത്തെ ശക്തി അനുഭവിച്ചറിഞ്ഞ ആളാണ്. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ ജയിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ, കർത്താവ് നമ്മെ ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഈ ഇരുട്ടിൻ്റെ ശക്തികളോട് പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ദൈവശക്തിയാലാണ് എൻ്റെ ജീവിതത്തിൽ മുന്നേറുവാനിടയായത്, ജയം നേടുവാനിടയായത്. എൻ്റെ ബലഹീനതകളുടെ മേൽ അവൻ്റെ ശക്തി ആവസിച്ചത് കൊണ്ടാണ് ഞാൻ തേജസ്സോടെ കൃപയോടെ ഈ വേലയിൽ നിൽക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയും, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും ഈ ദൈവശക്തി പ്രാപിക്കണം എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ഈ ദൈവശക്തി എത്രമാത്രം അനിവാര്യമായിരുന്നുവെന്നും എത്രമാത്രം ഈ ദൈവശക്തിയാൽ പൗലോസ് ജീവിച്ചുവെന്നും തന്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. ഇതേ പൗലോസിന് ഒരാഗ്രഹം, എല്ലാ ദൈവമക്കളുടെ മേലും ഈ ദൈവശക്തി വ്യാപരിക്കണം, എല്ലാവരും കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടണം. അതിനെ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, തന്റെ പ്രാർത്ഥനകളിൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പൗലോസിന്റെ ഒരു പ്രധാന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ദൈവശക്തിയാൽ ജനം നിറയണം, ആ ദൈവശക്തിയാൽ ജനം നിറഞ്ഞനുഗ്രഹിക്കപ്പെടണം, ശക്തരാകണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാ. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക. അതറിയണമെന്ന് പൗലോസിന് ആഗ്രഹം. പൗലോസ് അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പൂർണ്ണമായി അറിഞ്ഞെന്ന് പൗലോസ് പറയുന്നില്ല. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ചപ്പൊന്നും ചവറൊന്നും എണ്ണി പോവുക. അപ്പൊ ആ ദൈവശക്തിയുടെ ഒരു വലിയ അളവ് അനുഭവിച്ചറിഞ്ഞ് പൗലോസ് പറയുകയാണ്, ഈ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവജനമെല്ലാം അറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ജനമറിയണം. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണം. എന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ പ്രാർത്ഥന, അവൻ ഇന്ന് പകൽ നമ്മളെല്ലാവരും അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിയണമെന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, അതറിയുവാൻ ഒരു വ്യക്തി തയ്യാറായാൽ, അതൊന്ന് അറിഞ്ഞാൽ അവരതിനു വേണ്ടി കൊതിക്കും, അതിനുവേണ്ടി ആഗ്രഹിക്കും. ആ ദൈവശക്തി പ്രാപിക്കുവാൻ അവരുടെ ജീവിതം അവൻ മാറ്റിവെക്കും, അതിനുവേണ്ടി കരയും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഈ ദൈവശക്തിയാൽ മാത്രമാണ് നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് പോവുകയുള്ളൂ. പാതാള ശക്തികളെ നമുക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരുകയുള്ളൂ. പൗലോസ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ സഭയോട് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നു, 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. പൗലോസിന്റെ ഏറ്റവും വലിയ രഹസ്യം വിശ്വാസിക്ക് ഒത്തിരി പണം ഉണ്ടാകണമെന്നല്ല, വിശ്വാസി ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണമെന്ന, ഇതൊന്നും വേണ്ടെന്നല്ല. പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ജനമാത്മികമായി ശക്തിപ്പെടണം, കരുത്താകണം. കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം, സമ്പത്ത് കൊണ്ട് പൈശാചിക മേഖലയെ എതിർക്കാൻ നമുക്ക് കഴിയില്ല, അല്ലെ? നല്ല ഭവനമുണ്ടായതുകൊണ്ട് ഇരുളിന്റെ വ്യാപാരത്തോട് പോരാടുവാൻ നമുക്ക് പറ്റില്ല. ഈ പാതാള ശക്തികളോട് പോരാടണമെങ്കിൽ
ക്രിസ്തീയ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ഒരു ജയം ഉണ്ടാകണമെങ്കിൽ അതിന് വിശ്വാസിക്ക് ആത്മാവിന്റെ ബലം ആവശ്യമാണ്, ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ ജനം കരുത്തരാകുവാൻ വേണ്ടി, ദൈവശക്തികൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ വളരെ ദുഃഖത്തോടെ ചിന്തിക്കുക, ഇന്ന് പലരും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടുതലും ഒരു ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും മാത്രമായിരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഭൗതികമായ ഉയർച്ചയുണ്ടായി, നന്മയുണ്ടായി, പക്ഷേ ശത്രുവിന്റെ കയ്യിലെ കളിപ്പാവ പോലെ അനേകരായിരിക്കുകയാണ്. പിശാചാണ് അനേകരെ നിയന്ത്രിക്കുന്നത്. അവന്റെ പൂണിയിലെ ആയുധങ്ങളാക്കി അനേകര് മാറിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത്? അവനോട് എതിർക്കാനുള്ള കരുത്തില്ലാതെ, ലോകത്തോട് എതിർക്കുവാനുള്ള കരുത്തില്ലാതെ, പൈശാചിക മണ്ഡലത്തോട് പോരാടാനുമില്ല ആത്മിക ബലമില്ലാതെ ജനമിതാ പിശാചിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ, ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരാം. ദൈവിക കരുത്ത് നമ്മിൽ വരണം, ആത്മാവിന്റെ ബലം നമ്മിൽ വരണം. ഒടുവിൽ കർത്താവ് അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവദാസന്മാരെ, നിങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ സ്വന്തം ജനം അവൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ ബലമാണ്, ദൈവത്തിന്റെ കരുത്താണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത്. പ്രതികൂലം വരുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവശക്തി ആവശ്യം. പീഡനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കർത്താവിന്റെ കരുത്താണ് നമുക്ക് ആവശ്യം. ആ കരുത്തിന് പകരമായി പണത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ആൾബലത്തെ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ശത്രുവിനെ ജയിക്കാൻ പറ്റില്ല, പ്രതികൂലത്തെ ജയിക്കാൻ പറ്റില്ല. ദൈവിക കരുത്ത് തന്നെ, ദൈവിക ബലം തന്നെ നമുക്ക് അത്യാവശ്യമായിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. കൊരിന്ത്യയിലെ സഭയോട് പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെടുവീൻ. പൗലോസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ തിമത്തിയോസിനോടും പൗലോസിനും പറയാനുള്ള കാര്യം ഇതാണ്. 2 തിമത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തിമത്തിയോസിനോട് പൗലോസിന് പറയാനുള്ളതും ഇത് തന്നെയാണ്. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് മറ്റൊന്നും പറയാനില്ല. നീ കരുത്താർജിക്കണം, ദൈവത്തിന്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ഇത് അന്ത്യകാലമാണ്, പോരാട്ടത്തിന്റെ കാലമാണ്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരി ശത്രു ആരെ വീഴ്ത്തണമെന്ന് തിരഞ്ഞു നടക്കുന്ന കാലം. സ്തോത്രം. ശത്രുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ദൈവത്തെ ത്യജിച്ചു പറയണം, ഈ വിശ്വാസം ഉപേക്ഷിക്കണം. അതിനേത് തരത്തിലും അവൻ പോരാടും. വരും ദിവസങ്ങളിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംസാരിക്കും. ഒരു കാര്യം, ഇതിനു മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നാം ദൈവശക്തിയാൽ നിറയപ്പെടണം. സ്തോത്രം. നമ്മുടെ കുറിവാക്യം ഇങ്ങനെയാ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെ ചിന്തിച്ചു വന്നത് എന്തുകൊണ്ട് നാം ദൈവത്തിൽ ശക്തിപ്പെടണം, എന്താണ് അതിന്റെ ആവശ്യം. നാം ഇന്ന് വളരെ വിശദമായിട്ട് ആ വിഷയം സംസാരിച്ചു. നമ്മൾ ബലഹീനരാണ്, നമുക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് കർത്താവ് ആവശ്യമാണ്, അവിടുത്തെ അത്യന്ത ശക്തി ആവശ്യമാണ്. നമുക്ക് വിരോധമായി നിൽക്കുന്ന ഈ വലിയ പോരാട്ടത്തെ ജയിക്കുവാൻ ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വിഷയം അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കും. എങ്ങനെ നമുക്ക് ഈ അത്യന്ത ശക്തി പ്രാപിക്കാം. ഈ ശക്തി നമുക്ക് ആവശ്യമാണെന്നത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഈ ശക്തി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ആത്മശക്തി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ എങ്ങനെയാണ് ഈ അത്യന്ത ശക്തി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് പൗലോസ് നമ്മളോട് പറഞ്ഞു. എങ്ങനെയാണ് ഈ അത്യന്ത ശക്തി പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നത്? അത് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കും. ഇതുവരെയും ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി എത്ര ആവശ്യമാണ് എന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ബലഹീനതയെക്കുറിച്ച് സംസാരിച്ചല്ലോ. അവിടുത്തെ ശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ ജനത്തെ നിറയ്ക്കണമേ. അവരുടെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അവർക്ക് ദൈവശക്തി എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ജനത്തിന് കൊടുക്കണമേ. അങ്ങയുടെ ശക്തിക്കായി, അവിടുത്തെ ബലത്തിനായിട്ടുള്ള ഒരു വലിയ ദാഹം ജനത്തിന് മേൽ ദൈവം കൽപ്പിച്ചയക്കണമേ. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു.
വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.